ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണ് PSCക്ക് വന്നുകൊണ്ടിരിക്കുന്നത് റീസെൻ്റ് ആയിട്ട്, അതുപോലെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ബേസിക് കുറച്ച് കാര്യങ്ങൾ, അങ്ങനെ ഒരു സെഷനാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അടുത്ത ആഴ്ച മുതൽ നമ്മൾ റെഗുലർ ആയിട്ടുള്ള ക്ലാസ്സുകൾ, ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ നമ്മൾ ചെയ്തു തുടങ്ങും. ഓക്കെ, അപ്പോൾ നമുക്ക് പൊതുവെ സ്റ്റാർട്ട് ചെയ്യാലോ. എന്തൊക്കെയാണ് ഇതിൽ ഉള്ളത് എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കി വെക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിൻ്റെ സിലബസിനെ പറ്റി ഒരു ഓവറോൾ ഐഡിയ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം എന്താണ് സിലബസിൽ ചോദിക്കുക എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. 10 മാർക്കിൻ്റെ ചോദ്യം, അതിൽ 5 മാർക്ക് മാത്തമാറ്റിക്സിൻ്റെയും മെൻ്റൽ എബിലിറ്റിയുടെ 5 മാർക്കും, അങ്ങനെ 10 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഇതിൽ ചോദിക്കുക എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ. അപ്പം ഇനി ഇതിലെ ചോദ്യങ്ങൾ, ചില ചോദ്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യാനുള്ള മാർഗങ്ങളുണ്ട്. അങ്ങനെ കുറച്ച് എന്താ പറയുക വഴികൾ, ട്രിക്സ് ഒന്നും പറയാൻ പറ്റില്ല, എന്നാലും ചില എളുപ്പ വഴികൾ അത് നിങ്ങൾക്ക് പഠിച്ചു വയ്ക്കാം. അപ്പം അതിനൊരു എക്സാമ്പിളായിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ ഇവിടെ കാണിക്കാം. ഇതൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു പാറ്റേൺ ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ. 1 + 1/2 + 1/4 + 1/8 + 1/16 + 1/32 എന്താണ് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. സ്ഥിരമായിട്ട് നമ്മൾ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ കാണാറുണ്ട്. 1 വരുന്നത്, 1 ഇല്ലാത്തത്, പ്ലസ് വരുന്നത്, മൈനസ് വരുന്നത്, അങ്ങനെ ഒരുപാട് കാറ്റഗറിയിൽ ചോദ്യങ്ങളുണ്ട്. അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുക, ഇതിൽ എന്താണ് ഉള്ളത്? ഇതിപ്പോൾ ഇതെല്ലാം കൂടി ഇരുന്ന് നേരിട്ട് കൂട്ടി നോക്കുക എന്ന് പറഞ്ഞാൽ അത്ര പ്രയാസമുള്ള കാര്യമാണ് അല്ലേ. 1 + 1/2 എന്ന് പറയുമ്പോൾ 1.5 അല്ലേ, 1/2, 3/2, പിന്നെ അതിൻ്റെ കൂടെ 1/4 കൂട്ടുക പ്രയാസമാണ്, കുറേ സമയമെടുക്കും അല്ലേ. അപ്പോൾ ഇതിന് ഒരു എളുപ്പമാർഗം ഞാൻ പറയാം, നോക്കി നോട്ട് ചെയ്ത് വെച്ചോളൂ. ആദ്യം ഇതിൽ 1/2 + 1/4 വരുന്നതെന്ന് വിചാരിക്കും. ഇത് രണ്ടുമാണ് കൂട്ടാനുള്ളതെന്ന് വിചാരിക്കും. 1/2 + 1/4 ഇത് കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് നമുക്കറിയാം. ഈ 1/2 എന്ന് പറഞ്ഞാൽ അരയാണ് അല്ലേ, 0.5 നമ്മൾ പറയും. 1/4 എന്ന് പറഞ്ഞാൽ കാലാണ്, 0.25 നമ്മൾ പറയും. അരയും കാലും കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് മുക്കാലാണ് നമുക്കറിയാം അല്ലേ. മുക്കാൽ എന്ന് പറഞ്ഞാൽ 0.75. ഈ മുക്കാലിനെ നമ്മൾ ഭിന്നസംഖ്യാ രൂപത്തിൽ എങ്ങനെ എഴുതാറുള്ളത്? 3/4 എന്ന് എഴുതാറുള്ളത് അല്ലേ. ഭിന്നസംഖ്യാ രൂപത്തിൽ മുക്കാലിനെ നമ്മൾ എഴുതുക 3/4 എന്ന ഫോർമാറ്റിലാണ്. ശരിയാണല്ലോ. അപ്പൊ ഇങ്ങനെ എഴുതാം നമുക്ക് 3/4. 1/2 + 1/4 എന്ന് പറഞ്ഞാൽ 3/4 അതവിടെ ഇരിക്കട്ടെ കേട്ടോ. പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും നമുക്ക് പറയാനില്ല, അതവിടെ ഇരുന്നോട്ടെ. ഇനി അടുത്തത് ഇതിന്റെ പോലെ തന്നെ ഒരു നമ്പർ കൂടെ ഞാൻ എഴുതാം. 1/2 + 1/4 + 1/8. അപ്പൊ ഇത് നോക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ഈ നമ്പറിന്റെ പ്രത്യേകത, ഈ കാണുന്ന നമ്പറുകളുടെ പ്രത്യേകത എന്താണ്. ഇവിടെ 1/2, 1/4 എന്ന് എഴുതിയത് ഈ 2ന്റെ സ്ക്വയർ ആണ് അല്ലെ. 2ന്റെ പവർ, കൃതി 2 ആയിട്ട് വരുന്ന 2 സ്ക്വയർ ആണ് 4. ശരിയല്ലേ. അപ്പൊ 8 എന്താ? 2 ക്യൂബ്, 2⁻3. 2ന്റെ കൃതി 3 ആയിട്ട് വരുന്ന സംഖ്യയാണ് 8. ശരിയല്ലേ. അപ്പൊ 2, 2ന്റെ സ്ക്വയർ, 2ന്റെ ക്യൂബ്, 2⁻4, 2⁻5, 2ന്റെ പവറുകളായിട്ട് വരുന്ന സംഖ്യകളാണ് ഇവിടെ താഴെ വരേണ്ടത്. ആ പാറ്റേൺ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇങ്ങനെ വരുന്ന പാറ്റേണിലുള്ള ഏത് ചോദ്യവും നമുക്ക് ഒന്നും ചെയ്യാണ്ട് കണ്ണും പൂട്ടി ആൻസർ എഴുതാം. ചെയ്യാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. ഇതിന്റെ ആൻസർ എഴുതിയപ്പോ ഈ 1/2 + 1/4 എഴുതിയപ്പോ 3/4 കിട്ടി. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത നോക്കിയൊക്കെ നിങ്ങൾ, താഴെ കാണുന്ന 4 നമ്മളിവിടെ എഴുതിയിട്ടുള്ളത് അല്ലെ. പിന്നെ ഇപ്പുറത്ത് എഴുതിയിട്ടുള്ളത് 3. ആ 3 എങ്ങനെ എഴുതിയത്? ഈ 4ൽ നിന്ന് 1 കുറച്ചാണ് 3 എഴുതിയത്. 4ൽ നിന്ന് 1 കുറച്ച് 3 എഴുതുക, 4 ഛേദത്തിൽ എഴുതുക. അംശത്തിൽ എഴുതുന്നത് 3, ഛേദത്തിൽ എഴുതുന്നത് 4. എങ്ങനെയാ 4 കിട്ടിയത്? അവസാനത്തെ അക്കത്തിലെ ഛേദമാണ് 4. അത് നമ്മൾ ഛേദമായിട്ട്, ഉത്തരത്തിന്റെ ഛേദമായിട്ട് എഴുതി. മുകളിലുള്ളത് ഛേദം -1.
ഛേദം -1. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും ഉത്തരം? അവസാനത്തെ ഛേദം അങ്ങനെ തന്നെ എഴുതുക 8 അല്ലെ. ഇങ്ങനെ കുറച്ച് എന്താ പറയുക വഴികൾ പഠിക്കാനുള്ള എളുപ്പ വഴികൾ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ വളരെ ഈസിയാണ്. ഇതിന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് പറഞ്ഞു അശ്വിൻ. എന്താണിത് കിട്ടുക? ഛേദം 8 1/2 + 1/4 + 1/8 കാര്യം ഞാൻ പറയണത്. ഛേദം 8 അംശത്തിൽ എന്ത് എഴുതണം? 8ൽ നിന്ന് 1 കുറച്ച് 7 എഴുതാം. 7/8. അങ്ങനെയാണെങ്കിൽ 1/2 + 1/4 + 1/8 + 1/8നെ 2 കൊണ്ട് ഗുണിച്ചാൽ 2ന്റെ അടുത്ത പവർ കിട്ടും 16 അല്ലെ. 2⁴ 16 ആണ്. അപ്പൊ ഇതിന്റെ ഉത്തരം എന്തായിരിക്കും? ഛേദം 16 അംശം 1 കുറച്ചെഴുതാ 15. കിട്ടിയോ? അതേപോലെ 1/2 + 1/4 + 1/8 + 1/16 + 1/32 2⁵ ആണ് അല്ലെ. 32 1/32 വരെയാണെങ്കിൽ എന്തായിരിക്കും ഉത്തരം കിട്ടുക? ഛേദം 32 അംശം 1 കുറച്ച് 31. 31/32. പിടികിട്ടിയോ? ഇങ്ങനെ ഒന്നില്ലാത്ത ചോദ്യം, ഇവിടെ ഒന്നില്ല കേട്ടോ, ഇതിന്റെ ഫ്രണ്ടിൽ ഒന്നില്ലാത്ത ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ എഴുതിയത്. ഒന്നില്ലാത്ത ചോദ്യങ്ങളെ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. ഒന്നില്ലാത്ത ചോദ്യങ്ങളെ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. ശരിയല്ലേ? ഓക്കെ. അപ്പൊ ഇതൊരു പാറ്റേൺ ആണ്. ഈ ഒരു പാറ്റേൺ നിങ്ങൾ ഫോളോ ചെയ്യുക. ഇത് കൃത്യമായിട്ട് ഒന്ന് പഠിച്ചു വെച്ചാൽ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ഇനി ഒന്നും കൂടെ കൂട്ടിയാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒന്നും കൂടെ അതിന്റെ കൂടെ കൂട്ടിയാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഒന്നും കൂടെ കൂട്ടിയാൽ എന്താ സംഭവിക്കുക എന്ന് ജസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇതുപോലെ 1 + 1/2 വിചാരിക്കും. 1 + 1/2 എന്തായിരിക്കും ഉത്തരം കിട്ടുക? നമുക്കറിയാം 3/2 ആണ് അല്ലെ. 1.5 ആണ്, 3/2 ആണ് നമുക്കറിയാം. ഇത് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമ്മൾ ഇതിങ്ങോട്ട് ക്രോസ് ചെയ്താൽ മതി. 2നെ ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ 2 + 1/2 എന്ന് കിട്ടും. അങ്ങനെയാണ് ഇത് 3/2 ആയത് കേട്ടോ. ഇനി 1 + 1/2 + 1/4 നേരത്തെ എഴുതിയ പോലെ തന്നെ 1/2 1/4 ഓക്കെ, 2ന്റെ പവറുകളാണേ. ഇത് എഴുതുമ്പോൾ എന്താ ആൻസർ എഴുതേണ്ടത്? ഛേദത്തിൽ അംശത്തിൽ നമ്മൾ എന്തെഴുതാ? ഛേദത്തിൽ 4 തന്നെ എഴുതാം അല്ലെ. അംശത്തിൽ എഴുതുന്നത് എന്താ? ഇവിടെ എന്താ എഴുതിയേക്കണം നോക്കി നോക്കൂ. 2ന്ന് 1 കൂട്ടിയാണ് എഴുതിയേക്കുന്നത് അല്ലെ. 2ന്ന് 1 കൂട്ടിയാണ് എഴുതിയേക്കുന്നത്. അപ്പൊ ഇവിടെ എന്തായിരിക്കും ചെയ്യേണ്ടത്? അങ്ങനെയാണോ എഴുതേണ്ടത്? 4ന്ന് 1 കൂട്ടി 5 എന്നാണോ എഴുതേണ്ടത്? അല്ല. അതിനൊരു പാറ്റേൺ നിങ്ങൾ പഠിച്ചു വെക്കണം. എങ്ങനെയാ? 4ന്റെ ഇരട്ടി എടുക്കുക. 4ന്റെ ഇരട്ടി, അതിൽ നിന്ന് 1 കുറച്ച് എഴുതുക. 4ന്റെ ഇരട്ടി എടുത്തിട്ട് അതിൽ നിന്നും 1 കുറച്ച് എഴുതുക. 4ന്റെ ഇരട്ടി 8, 8ൽ നിന്ന് കുറച്ചാൽ 7. ഓക്കെ. ഇവിടെ 2ന്റെ ഇരട്ടി 4, 4ൽ നിന്ന് 1 കുറച്ചാൽ 3. അങ്ങനെ വേണം എഴുതാൻ. 1 + 1/2 പ്ലസ് 1/4 + 1/8 ഇങ്ങനെ വരേണ്ടി വിചാരിക്കും. ഓക്കെ. അപ്പൊ ഇതിലെന്താ ചെയ്യാ? നമ്മള് 1 കൂട്ടിയിട്ട് വരുന്നതാണ്. അപ്പൊ ഛേദത്തിൽ 8 തന്നെ എഴുതേണ്ടത്. ഛേദത്തിൽ നമ്മൾ 8 തന്നെ എഴുതും. ഇവിടെയുള്ള അവസാനത്തെ ഛേദം തന്നെ എഴുതും, 8 എഴുതും. ഇനി അംശത്തിൽ എന്തായിരിക്കും എഴുതുക? അംശത്തിൽ എന്തായിരിക്കും എഴുതുക? അംശത്തിൽ ഈ കാണുന്ന ഛേദത്തിന്റെ ഇരട്ടി, 8ന്റെ ഇരട്ടി 16. 16ൽ നിന്ന് 1 കുറച്ച് എഴുതുക. 16ൽ നിന്ന് 1 കുറച്ചു എന്ന് പറഞ്ഞാല് 15 അല്ലെ. ഈ 8ന്റെ ഇരട്ടി 16, 16ൽ നിന്ന് 1 കുറച്ച് എഴുതുക. 4ന്റെ ഇരട്ടി 8, 8ൽ നിന്ന് 1 കുറച്ച് എഴുതുക. 2ന്റെ ഇരട്ടി 4, 4ൽ നിന്ന് 1 കുറച്ച് എഴുതുക. അതാണ് ഫോർമാറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ, ഇവിടുത്തെ ചോദ്യം എന്തായിരിക്കും നോക്കൂ. 1 + 1/2 + 1/4 + 1/8 + 1/16 + 1/32 ഛേദം 32 തന്നെ. അംശം 32ന്റെ ഇരട്ടി 64, 1 കുറച്ച് 63. 63/32. ഓപ്ഷൻ സി ആണ് ഉത്തരം വരിക. ഇങ്ങനെയുള്ള പാറ്റേണിൽ വരുന്ന ചോദ്യങ്ങൾ ചിലതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിച്ചു വെക്കാൻ പറ്റൂ കേട്ടോ. അതൊന്നും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇതുപോലെ തന്നെ എന്തുണ്ട്, മൈനസിന്റെ കേസും വരുന്നുണ്ട്. അതും കൂടെ ഞാനൊന്ന് പറയാം. എഴുതിയല്ലോ, കൺഫ്യൂഷൻ ഇല്ലല്ലോ.
മൈനസ് വരുന്ന കേസും കൂടെ നമുക്കൊന്ന് നോക്കി വെക്കാം. മൈനസ് വരുന്നത് നോക്കൂട്ടോ. അത് 1 വരുന്നതേ മൈനസ് വരുള്ളൂ. 1 മൈനസ് 1/2 എന്താ കിട്ടുക? 1/2 നമുക്കറിയാം. 1-ൽ നിന്നും അര കുറച്ചാൽ 1/2 കിട്ടുക അറിയാം അല്ലെ? ഇനി 1 മൈനസ് 1/2 മൈനസ് 1/4 എന്താ കിട്ടുക? 1 മൈനസ് 1/2 എന്ന് പറഞ്ഞാൽ അര. അരയിൽ നിന്ന് വീണ്ടും കാല് കുറച്ചാൽ കാലാണ് കിട്ടുക. ശരിയല്ലേ? 1 മൈനസ് 1/2 മൈനസ് 1/4 മൈനസ് 1/8. അപ്പൊ ഇത്രയും 1/4 നമ്മൾ പഠിച്ചു. ആ 1/4 നിന്ന് 1/8 അതിന്റെ പകുതി കുറച്ചാൽ ഇതാണ് കിട്ടുക അല്ലെ? ആ പകുതിയെ കിട്ടുക 1/8 എന്ന് പറഞ്ഞാൽ ഇവിടെ അവസാനം കാണുന്ന 1 മൈനസ് ഉള്ള സംഖ്യകളിൽ അവസാനം കാണുന്ന സംഖ്യ എന്താണോ അതാണ് ഇതിന്റെ ഉത്തരം. നോക്കി നോക്കൂ. അവസാനം കാണുന്ന സംഖ്യയാണ് ഇതിന്റെ ഉത്തരം അല്ലെ? 1/8. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതുപോലെ ഇതേ പാറ്റേണിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? വേറൊരു വലിയ എക്സ്പ്രഷൻ എഴുതാം. 1 മൈനസ് 1/2 മൈനസ് 1/4 മൈനസ് 1/8 മൈനസ് 1/16 മൈനസ് 1/32 ഇങ്ങനെ എഴുതി വിചാരിക്കും. ഇതിന്റെ ഉത്തരം എന്തായിരിക്കും? ഒന്ന് കമന്റ് ചെയ്തോളൂ. ഇതിന്റെ ഉത്തരം എന്തായിരിക്കും? ഒന്ന് കമന്റ് ചെയ്തോളൂ. എന്തായിരിക്കും? ആ സംഖ്യ തന്നെ ആയിരിക്കും അല്ലെ? ഏറ്റവും അവസാനം കാണുന്ന ആ സംഖ്യ തന്നെയായിരിക്കും ഇതിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ 1/32 ആയിരിക്കും ഇതിന്റെ ഉത്തരം. 1/32 ആയിരിക്കും ഇതിന്റെ ഉത്തരം. യെസ്, അവസാനത്തെ 1/32 ആണ് ഇതിന്റെ ആൻസർ വരും. അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ചെറിയ ചെറിയ എളുപ്പവഴികളൊക്കെ ഇതുപോലെയുള്ളതിൽ പഠിച്ചു വെക്കാം. അതുപോലെ LCM കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ HCF കണ്ടുപിടിക്കാനും ഒക്കെയുള്ള പല എളുപ്പവഴികളും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതൊക്കെ നിങ്ങൾക്ക് ഇതിന്റെ കൂട്ടത്തിൽ എക്സാമിന്റെ കൂടെ വളരെ ഹെൽപ്ഫുൾ ആവുന്ന കാര്യങ്ങളാണ്. എങ്ങനെയാണ് LCM കണ്ടുപിടിക്കുക? LCM എന്ന് പറഞ്ഞാൽ ലസാഗു, ലഘുതമ സാധാരണ ഗുണിതം. LCM കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? ഇപ്പൊ 2 നമ്പറുകൾ തന്നു, 2ഉം 6ഉം. ഇതിന്റെ LCM കണ്ടുപിടിക്കാൻ സാധാരണ സ്കൂളിൽ നമ്മൾ എന്താണ് LCM കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുള്ളത്? സ്കൂളിൽ പഠിച്ച മെത്തേഡ് ഇതിനെ ഡിവൈഡ് ചെയ്യുക അല്ലെ? ഇതിനെ ഡിവൈഡ് ചെയ്യുക. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 1 3. പിന്നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3ന് താഴെ 1 താഴേക്ക് ഇറക്കിയിടുക. 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും. താഴെ 1 വരുന്നവരെ ചെയ്യുക. എന്നിട്ട് ഈ കാണുന്നത് ഗുണിക്കുക. 2 × 6 ആയിരിക്കും, 2 × 3 6 ആയിരിക്കും ഇതിന്റെ LCM. ഇതാണ് നമ്മൾ സ്കൂളിൽ പഠിച്ച മെത്തേഡ് അല്ലെ? 2 × 3 6 ഇതിന്റെ ലസാഗു നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലെ? പക്ഷെ കുറച്ചും കൂടെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ PSC ചോദ്യങ്ങളിൽ ഇതുപോലെ ഇങ്ങനെ ഡിവൈഡ് ചെയ്തൊന്നും സമയം കളയരുത്. നമുക്ക് 2ന്റെയും 6ന്റെയും LCM ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ, ലസാഗു ആണ് കാണേണ്ടതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിലെ ഏറ്റവും വലിയ നമ്പർ നോക്കുക. ഇത് ഏറ്റവും വലിയ നമ്പർ 2ഉം 6ഉം ആണുള്ളത്. ഏറ്റവും വലിയ നമ്പർ 6 ആണ് അല്ലെ? 6നെ ഈ കാണുന്ന ചെറിയ നമ്പർ കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കുക. 6നെ 2 കൊണ്ടിന് ശേഷം ഹരിക്കാം അല്ലെ? അതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. 6നെ 2 കൊണ്ടിന് ശേഷം ഹരിക്കാം. 6നെ 2 കൊണ്ട് ഹരിച്ചാൽ 3 എന്നാണ് നമുക്ക് ഉത്തരം കിട്ടുക അല്ലെ? അപ്പൊ 6നെ നിശേഷം 2 കൊണ്ട് ഹരിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് 6 ഇവിടുത്തെ LCM. 6 ഇവിടുത്തെ LCM. അപ്പൊ നമ്മൾ പേനയോ പേപ്പറോ ഒന്നും കൊടുത്തില്ല, വെറുതെ ഇങ്ങനെ നോക്കി 6നെ ഹരിക്കാൻ പറ്റുമോ? 2 കൊണ്ട് പറ്റും. 6 ഒരു ഇരട്ട സംഖ്യയാണ്, 2 കൊണ്ട് ഹരിക്കാൻ പറ്റും അല്ലെ? നേരിട്ട് നമ്മൾ ആൻസർ എഴുതി. കിട്ടിയോ? ഇനി വേറൊരു സംഖ്യ നോക്കൂ. 3 9 18. 3 9 18 ഇങ്ങനെ 3 സംഖ്യകൾ വന്നിട്ടുണ്ട്. ഇതിലേതാണ് LCM എന്ന് ചോദിച്ചാൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇതിലും വലിയ സംഖ്യ ഏതാണ് എന്ന് നോക്കുക അല്ലെ? ഇതിലും വലിയ സംഖ്യ ഏതാ നോക്കുക. ഏതാ വലിയ സംഖ്യ? 18 വലിയ സംഖ്യ. 18നെ നമുക്ക് തന്നിട്ടുള്ള 2 സംഖ്യകളായിട്ടുള്ള 9ഉം 3ഉം അതുകൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കുക. 18നെ 9 കൊണ്ട് ഹരിക്കാം, 3 കൊണ്ടും ഹരിക്കാം ഇല്ലേ? 18നെ 9 കൊണ്ട് ഹരിക്കാം, 3 കൊണ്ടും ഹരിക്കാം. ശരിയല്ലേ? അപ്പൊ 18 ഇവിടുത്തെ LCM. 18 ഇവിടുത്തെ LCM. നിങ്ങൾ നേരിട്ട് എഴുതി നോക്കിയാലും ഇത് തന്നെയാണ് ഉത്തരം കിട്ടുക കേട്ടോ.
18 LCM എന്നുള്ളത് നേരെ കാണാം, ഒന്നും നോക്കാണ്ട് നമ്മൾ എഴുതുന്നതാണ്. അപ്പൊ 3, 9, 18 ഹരിക്കാൻ വേണ്ടിയിട്ട് 3 കൊണ്ട് ഹരിക്കാം. 1, 3, പിന്നെ 6, 18. പിന്നെ ഇവിടെ 3 കൊണ്ട് വീണ്ടും ഹരിക്കാം. എന്തായിട്ടാ 1, ഇവിടെ 1, ഇവിടെ 2. വീണ്ടും ഇവിടെ 2 കൊണ്ട് ഹരിക്കാം. 1, 1 ആൻഡ് 1. അപ്പോൾ ഇത് ഗുണിച്ചാൽ 3, 2, 18 അല്ലെ? ഉത്തരം 18 എന്നാണ് കിട്ടുക. നമ്മൾ സാധാരണ ലോങ് ഡിവിഷൻ മെത്തേഡിൽ ചെയ്യുന്ന ആ മെത്തേഡിൽ ചെയ്താലും നമുക്ക് ഇതേ ആൻസർ തന്നെയാണ് കിട്ടുക. ഓക്കെ, എളുപ്പമുള്ള അങ്ങനെ കുറച്ച് LCM കണ്ടുപിടിക്കാനുള്ള മാർഗം, HCF കണ്ടുപിടിക്കാനുള്ള മാർഗം, ഇതൊക്കെ നിങ്ങൾ ഒന്ന് നോട്ട്. ഇതൊക്കെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യും, ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയും. അപ്പൊ ഇങ്ങനെയുള്ള ചില എളുപ്പവഴികളും എളുപ്പമാർഗങ്ങളും നിങ്ങൾ ഇതിനകത്ത് പഠിച്ചു വെക്കണം. പുതിയതായിട്ട് പഠിക്കുന്ന ആളുകൾക്കായിരിക്കും ഇപ്പോൾ ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുക. അല്ലാത്ത ആളുകൾക്ക് ഇതൊക്കെ ഞങ്ങൾ കുറെ കാലമായിട്ട് ചെയ്യുന്നതാണ് എന്നുള്ളത് അല്ലേ, അങ്ങനെ തോന്നും. അപ്പൊ ഇതില് നോക്കാം, സ്റ്റെക്കായിട്ടോ. ഓക്കെ, സ്റ്റെക്കാവുന്നതിൻ്റെ ഇടയ്ക്ക് തീരെ എനിക്ക് കാണാണ്ടാവുന്നുണ്ട്. അതാണ് ഞാനൊന്ന് ഇത് നമ്മുടെ കഴിഞ്ഞ 10th പ്രിലിംസിന് വന്ന ഒരു ചോദ്യമാണ്. ഇത് നിങ്ങൾക്ക് അറിയുണ്ടാവും എങ്ങനെയാണ് ചെയ്യുക. വലിയൊരു സംഖ്യയാണ് അല്ലെ. 853, 1346, 452, 226. ഇതിന്റെ ഗുണനഫലത്തിൽ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏതാണ് എന്ന് കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. ഒറ്റയുടെ സ്ഥാനത്തെ അക്കം. ഓക്കെ, അപ്പൊ നോക്കൂ, ഈ ഒരു ചോദ്യം കൂടെ ഇങ്ങനെയാണ്. വലിയൊരു സംഖ്യയാണ്. ഇതിന്റെ ആൻസർ എന്തായിരുന്നു, ഓർമ്മയുണ്ടോ? ഇതെങ്ങനെ ചെയ്യാം? ഈ 10th പ്രിലിംസ്, ഇപ്പോൾ നടന്ന 10th പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യമായിരുന്നു ഇത്. വലിയൊരു സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏതാണ് എന്ന് കണ്ടുപിടിക്കുക. ഒറ്റയുടെ സ്ഥാനം, ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഇതിനൊക്കെ ലോജിക്കലി നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത്. ഇപ്പൊ നോക്കൂ, 24 × 32 ഇത് നമ്മൾ ഗുണിക്കാന്ന് വിചാരിക്കാം. ഇത് ഗുണിക്കുമ്പോൾ നമ്മൾ 4 × 2 8 അല്ലെ. ഇനി ഇങ്ങോട്ട് എഴുതുന്ന സംഖ്യകൾ 2 × 2 4, പിന്നെ 3 × 4 12, 2 ബാക്കി 1, 3 × 2 6, 1, 7 ഇങ്ങനെ എഴുതും. അതായത് ഈ ആളേനെ നമ്മൾ എന്ത് ചെയ്യില്ല, ഒന്നും ചെയ്യില്ല, അതേപോലെ ഇങ്ങോട്ട് താഴേക്കേണ്ട ഇറക്കിയിടുക ചെയ്യും അല്ലെ. ഇവരൊക്കെ മാറും. ഇവരൊക്കെ ചിലപ്പോൾ കൂടാൻ കുറയാം അല്ലെ, എന്ത് വേണേലും ചെയ്യും. എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഇതിന് വരാം. ആരെ മാറ്റാൻ നമുക്ക് പറ്റില്ല, ഈ ഒറ്റയുടെ സ്ഥാനത്തുള്ള ആളെ മാറ്റാൻ പറ്റില്ല. അതെങ്ങനെയാ നമുക്ക് 8 കിട്ടിയത്? ഈ 4ഉം 2ഉം ഗുണിച്ചപ്പോഴാണ് 8 കിട്ടിയത്. ശരിയല്ലേ? ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ലോജിക്. ഏത് രണ്ട് സംഖ്യകൾ നിങ്ങൾ ഗുണിക്കുമ്പോഴും ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എന്ന് പറഞ്ഞ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത് എന്തായിരിക്കും? ഏറ്റവും ആ സംഖ്യകളിലൊക്കെ ഏറ്റവും അവസാനത്തെ അക്കം, അതായത് ഒറ്റയുടെ സ്ഥാനത്തെ അക്കങ്ങൾ ഗുണിക്കുമ്പോൾ കിട്ടുന്ന സംഖ്യയായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉത്തരം കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമല്ലേ. ഇവിടെ നോക്കിയേ, ഇതിന്റെ ഒറ്റയുടെ സ്ഥാനത്ത് 3 × ഇതിന്റെ ഒറ്റയുടെ സ്ഥാനത്ത് 6 × ഇതിന്റെ ഒറ്റയുടെ സ്ഥാനത്ത് 2 × ഇതിന്റെ ഒറ്റയുടെ സ്ഥാനത്ത് 6. ഇത് ഗുണിച്ചാൽ കിട്ടുന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് എന്താണോ വരുന്നത് അതായിരിക്കും നമ്മുടെ ഉത്തരം. ഓക്കെ, അതായത് ഇപ്പൊ 6 × 6 36, 36 × 6 216. 6ന്റെ ക്യൂബാണ് ഈ കിട്ടിയിട്ടുള്ള നമ്പർ അല്ലെ. 216 ആണ് ഇത് ഗുണിച്ചാൽ നമുക്ക് കിട്ടുക. ഒറ്റയുടെ സ്ഥാനത്ത് ആരാ? 6 അല്ലേ? നമ്മുടെ ഉത്തരം 6. അതല്ലാതെ ഇത് മൊത്തത്തിൽ നമ്മൾ ഇരുന്ന് ഗുണിക്കാൻ സമയം കളയരുത്. ഇത് മൊത്തത്തിൽ ഇരുന്ന് ഗുണിക്കാനുള്ള സമയം നമ്മൾ കളയരുത്. പിടികിട്ടിയോ? ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ആലോചിക്കുക, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണ് വരിക എന്നുള്ളത് ഒന്ന് ആലോചിക്കുക, എന്നിട്ട് ചെയ്യാം. അപ്പൊ ചില ക്വസ്റ്റ്യൻസിലൊക്കെ വളരെ ഷോർട്ട് കട്ട്സ് ഒക്കെ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ചില എളുപ്പമാർഗങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ ചില ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് ശ്രദ്ധിച്ച് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇത് എങ്ങനെ ചെയ്യാം. വലിയൊരു സംഖ്യയാണല്ലോ, ഇത് ഗുണിച്ചാൽ ഒരുപാട് സമയമെടുക്കും, ഇതെങ്ങനെ എളുപ്പത്തിൽ ഗുണിക്കാം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അല്ലേ. അപ്പോൾ വേറൊരു സംഖ്യ നോക്കൂ, 144 × 326 × 35. ഇതാണ് സംഖ്യ എന്ന് വിചാരിക്കും. ഇത് നമ്മളോട് ഗുണിക്കാൻ പറയുകയാണ്.
ഇത് നമ്മളോട് ഗുണിച്ചിട്ട് ഒറ്റയുടെ സ്ഥാനത്തൊക്കെ രണ്ടിന്റെ സ്ഥാനത്തൊക്കെ മീൻസ് 10ന്റെ സ്ഥാനത്തെ അക്കൊക്കെ നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. നമ്മളെല്ലാം ഗുണിച്ച് നോക്കേണ്ടി വരും. ഒറ്റയുടെ സ്ഥാനത്തെ അക്കം മാത്രമാണ് നമുക്ക് ഇതുപോലെ കിട്ടുക കേട്ടോ. എന്ത് ചെയ്താൽ മതിയാവും? നമ്മൾ ഇതിന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 4 × 6 × 5 ഗുണിച്ചാൽ മതി അല്ലേ? എത്ര കിട്ടും? 4 20, 20 × 6 120 0 അല്ലേ? ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 0 പിടികിട്ടിയോ? ഓക്കെ, ഇങ്ങനെയുള്ള എളുപ്പ മാർഗങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കുക. സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ പറയുന്നത് അത് കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ഡി ആണ് വരുന്നത്. ഇനി വേറൊരു ചോദ്യം നോക്കൂ. ഇതും ലോജിക്കലി ആലോചിച്ച് ചെയ്യാവുന്ന ചോദ്യമാണ്. കാര്യമായിട്ട് നമ്മൾ ഒന്നും തന്നെ പഠിക്കേണ്ടതില്ല. 3 വയസ്സ് വ്യത്യാസത്തിൽ ജനിച്ച 5 കുട്ടികളുടെ വയസ്സുകളുടെ തുക 50 ആണെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയുടെ വയസ്സ് എത്രയായിരിക്കും? ഇത് കണ്ടാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും. വേറെന്തോ ഒരു ടൈപ്പ് ചോദ്യമാണെന്നൊക്കെ തോന്നും. പക്ഷെ ഇത് എവിടെ നിന്നുള്ള ചോദ്യമാണെന്നുള്ളത് നമ്മൾ ക്ലാസ് പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പ്രയാസം ഉണ്ടാവും. പറഞ്ഞുതരാം, എളുപ്പമാണ്. 3 വയസ്സ് വ്യത്യാസത്തിൽ ജനിച്ച 5 കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ വയസ്സ് 10 ആണെങ്കിൽ അടുത്ത കുട്ടിയുടെ വയസ്സ് 13, അതിനടുത്ത വയസ്സ് 16, അതിനടുത്ത വയസ്സ് 19, അതിനടുത്ത വയസ്സ് 22. അങ്ങനെ 3 വയസ്സിന്റെ വ്യത്യാസത്തിൽ ജനിച്ച കുട്ടികൾ. പിടികിട്ടിയോ? ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കുട്ടിക്ക് 1 വയസ്സാണെങ്കിൽ അടുത്ത കുട്ടിക്ക് 4 വയസ്സ്. 1 + 3 വയസ്സിന്റെ വ്യത്യാസമാണ് അവർ തമ്മിലുള്ളത് അല്ലെ? അപ്പൊ 3 വയസ്സിന്റെ വ്യത്യാസം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ കാണുന്ന വയസ്സുകളൊക്കെ അല്ലെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള 5 വയസ്സുകൾ തുടർച്ചയായിട്ടുള്ള സംഖ്യയാണ്. തുടർച്ചയായിട്ടുള്ള സംഖ്യ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക നമ്പർ കൂട്ടിയാൽ അടുത്തത് കിട്ടും. ഒരു ശ്രേണി പോലെ, സമാന്തര ശ്രേണി പോലെ കിട്ടുന്ന സംഖ്യയാണ്. ഓക്കെ, അങ്ങനത്തെ സംഖ്യകൾ നമുക്ക് തരികയാണ്. അടുത്തടുത്ത സംഖ്യകൾ തരികയാണ്. തന്നിട്ട് 5 സംഖ്യകളാണ് തന്നിട്ടുള്ളത്. നോക്കണം, 1 2 3 4 5 5 സംഖ്യകൾ നമുക്ക് തന്നിട്ടുണ്ട്. ആ സംഖ്യകളുടെ തുക 50 ആണ് എന്ന് പറയുന്നു. ഓക്കെ, സംഖ്യകളുടെ തുക 50. അപ്പൊ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ശരാശരി ആവറേജ് ശരാശരി എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കാൻ മുമ്പ് പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ഇല്ലെങ്കിൽ പഠിക്കുക, തുക ബൈ എണ്ണം ആണ് അല്ലെ? ശരാശരി കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന സമവാക്യം തുക ബൈ എണ്ണമാണ്. ഈ ശരാശരിയുടെ പ്രത്യേകത എന്താ? ശരാശരി എന്ന് പറഞ്ഞാൽ നടുക്ക് നിൽക്കുന്ന ആളെന്നാണ് അർത്ഥം അല്ലെ? ഒരു ക്ലാസ്സിൽ ഒരു ക്ലാസ് ഉണ്ട് വിചാരിക്കും, 10 ക്ലാസ്, ഒരു 10 പേരുള്ള ഒരു ക്ലാസ്. ആ 10 പേരുള്ള ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്ക് നമ്മൾ ടീച്ചർമാരൊക്കെ പറയാ സാധാരണ എങ്ങനെയാ? എന്റെ ക്ലാസ്സിലെ കുട്ടികൾക്ക് ആവറേജ് 50 മാർക്ക് ഉണ്ട് 100 എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും 50 മാർക്ക് കിട്ടിയെന്നാണ് അർത്ഥം? അല്ല, എല്ലാ കുട്ടികൾക്കും 50 മാർക്ക് കിട്ടിയെന്നല്ല അർത്ഥം. എന്താണ് അതിനർത്ഥം? ആ കുട്ടികളുടെ മാർക്ക് എല്ലാം കൂടെ കൂട്ടിയിട്ട് കുട്ടികളുടെ എണ്ണം കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് 50 കിട്ടി എന്നാണ് അർത്ഥം. എന്ന് വെച്ചാൽ ശരാശരിയാണെന്ന് അർത്ഥം. ആ ശരാശരി എന്ന് പറഞ്ഞാൽ നടുക്ക് നിൽക്കുന്ന ആളെന്നാണ് അർത്ഥം. മലയാളത്തിൽ ശരാശരി സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഡിഗ്രിക്കോ അല്ലെങ്കിൽ +2 പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുണ്ടാവും. കേന്ദ്ര പ്രവണത, സെൻട്രൽ ടെൻഡൻസി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സാധനം നമ്മൾ പഠിക്കാറുണ്ട്. അപ്പൊ ഈ ശരാശരി എന്ന് പറഞ്ഞാൽ ഈ എല്ലാവരുടെയും കയ്യിലുള്ള സാധനങ്ങൾ വാങ്ങിയിട്ട് അത് നടുക്ക് തുല്യമായിട്ട് എല്ലാവർക്കും തുല്യമായിട്ട് വിഭജിച്ചു കൊടുക്കുന്ന ഒരു ഏർപ്പാടാണ് ശരാശരി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 50 ആണ് തുക, 5 ആളുകളാണ് ഉള്ളത് അല്ലെ? 5 നമ്പറുകളാണ് ഉള്ളത്, 50 ആണ് തുക. അപ്പൊ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? ശരാശരി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതിയാവും? നമ്മൾ 50/5 ചെയ്താൽ മതിയാവും. ശരാശരി എത്രയാ? 10. ശരാശരി എന്ന് പറഞ്ഞാൽ നടുക്ക് നിൽക്കുന്ന ആളാണ്. അപ്പൊ ഇവിടെ 1 2 3 4 5 പൊസിഷൻ ഉണ്ടെങ്കിൽ ഈ 3ാമത്തെ പൊസിഷൻ അതാണ് അല്ലെ? നടുഭാഗം, സെൻട്രൽ പോയിന്റ്, നടുക്ക്. ഇവിടെ ഇപ്പുറത്തേക്ക് 2 ആള്, ഇപ്പുറത്തേക്ക് 2 ആള്. ഇനി ഈ 2 ആളുകള്, ബാക്കി 2 4 ആളുകളെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? 5 കുട്ടികളുണ്ട്, അവരുടെ വയസ്സിന്റെ വ്യത്യാസം 3 ആണ് അല്ലെ?
10ൽ നിന്ന് 3 കുറച്ചാൽ ഇവിടെ 7 എന്ന് കിട്ടും. 7ൽ നിന്ന് 3 കുറച്ചാൽ ഇവിടെ 4 എന്ന് കിട്ടും. 10ൽ നിന്ന് 3 കൂട്ടിയാൽ 10 കൂടെ 3 കൂട്ടിയാൽ 13 എന്ന് കിട്ടും. നമുക്കിവിടെ വീണ്ടും 3 കൂട്ടിയാൽ 16 എന്ന് കിട്ടും. ഇതാണ് ആ കുട്ടികളുടെ വയസ്സ്, പ്രായം. അപ്പൊ ഇതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി ഏതാന്നല്ലേ ചോദിച്ചേക്കണേ? ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി ഏതാ? 4 വയസ്സുള്ള കുട്ടിയാണ്. അപ്പൊ ഈ ചോദ്യം ചെയ്യുന്നത് എങ്ങനെയാ? നമ്മള് ശരാശരി കണ്ടുപിടിക്കുക. ആദ്യം തുക തന്നിട്ടുണ്ട്, എണ്ണം തന്നിട്ടുണ്ട്, ശരാശരി കണ്ടുപിടിക്കുക. ശരാശരി എന്താ? തുക ബൈ എണ്ണമാണ്. ആ ശരാശരി ആരായിരിക്കും? നടുക്ക് നിൽക്കുന്ന ആളായിരിക്കും. ഇനി വലുതാണ് വേണ്ടതെങ്കിൽ കൂട്ടി എഴുതുക, ചെറുതാണ് വേണ്ടതെങ്കിൽ അതിൽ നിന്നും കുറച്ച് എഴുതുക. ഏറ്റവും ചെറുതാണ് വേണ്ടതെങ്കിൽ എത്രണ്ണം താഴത്തേക്ക് വരണം നോക്കുക, അത്രയും 3 കുറച്ച് എഴുതുക. ഓക്കെ, എളുപ്പമല്ലേ? ഇങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്ത് പഠിക്കേണ്ടത്. ഓക്കെ, അടുത്ത ഒരു ചോദ്യം നോക്കൂ. വേറൊരു ചോദ്യം. അടുത്ത ചോദ്യം നോക്കൂ. വളരെ എളുപ്പം ലോജിക്കലി ആലോചിച്ച് ചെയ്യാവുന്ന ഒരു ചോദ്യമാണിത്. തന്നിരിക്കുന്ന ജോഡികളിൽ ഒരു ജോഡി മാത്രം മറ്റു 3 ജോഡികളിൽ നിന്നും വ്യത്യസ്തമാണ്. ആ ജോഡി ഏതാണെന്ന് കണ്ടുപിടിക്കുക. തന്നിരിക്കുന്ന ജോഡികളിൽ ഒരു ജോഡി മാത്രം മറ്റു 3 ജോഡികളിൽ നിന്നും വ്യത്യസ്തമാണ്. ആ ജോഡി ഏതാണ്? വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ജോഡിയാണ് അല്ലെ? നോക്കൂ, 1 7 7 1, 2 3 3 2, 1 9 9 0, 4 6 6 4. വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏതാണ് ആ വ്യത്യസ്തനായ ഓഡ് വൺ അല്ലെ? സാധാരണ രീതിയിൽ ഓഡ് വൺ ഒക്കെ ചോദിക്കുമ്പോൾ PSC ക്യാൻസൽ ചെയ്യാറാണ് പതിവ്. ഇതിൽ ക്യാൻസൽ ചെയ്തിട്ടില്ല. ക്യാൻസൽ ചെയ്യാത്തൊരു ചോദ്യമാണ് നമുക്ക് കിട്ടിയത് അല്ലെ? ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. അതെങ്ങനെയാ ഓപ്ഷൻ സി ആന്ന് മനസ്സിലായത്? 17നെ തലതിരിച്ച് എഴുതിയാൽ നിങ്ങൾക്ക് 71 കിട്ടും. 23നെ തലതിരിച്ച് എഴുതിയാൽ 32 കിട്ടും. 46നെ തലതിരിച്ച് എഴുതിയാൽ 64 കിട്ടും. 19നെ തലതിരിച്ച് എഴുതിയാൽ 91 കിട്ടേണ്ടത്. പക്ഷെ ഇവിടെ 90 ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതാണ് ഇതിലെ വ്യത്യസ്തനായ ആള് അല്ലെങ്കിൽ പേർ. ഓക്കെ, സംഭവം കിട്ടിയോ? ഈസിയാണ് അല്ലേ? അത്ര വലിയ പ്രയാസമൊന്നുമില്ല ചെയ്യാനായിട്ട്, എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ ചിലതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നിങ്ങനെ ആലോചിച്ചാൽ മാത്തമാറ്റിക്സ് വളരെയധികം പഠിക്കണം എന്നൊന്നുമില്ല. അങ്ങനെ പഠിക്കാണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 10 ചോദ്യങ്ങൾ 5 ചോദ്യങ്ങൾ അതിലുണ്ടാവും. മെന്റൽ എബിലിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്ന് നോക്കി ശ്രദ്ധിച്ചാൽ നമുക്ക് കിട്ടുന്ന രീതിയിൽ. ഇനി അടുത്തൊരു ചോദ്യം നോക്കൂ. ഇതൊക്കെ പ്രിലിംസിന്റെ ചോദ്യമാണ് കേട്ടോ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് PSC ജനറൽ എക്സാം നടത്തിയതിൽ ഉള്ള ചോദ്യമാണിത്. അടുത്ത ചോദ്യം നോക്കൂ. മോഹനന്റെ ഒരു മാസത്തെ വരുമാനം 50,000 രൂപ. 50,000 രൂപയാണ് മോഹനന്റെ ഒരു മാസത്തെ വരുമാനം. 15% മക്കളുടെ പഠനത്തിനും 28% ചെലവിനും 10% വാടകയ്ക്കും ഉപയോഗിക്കുന്നു എങ്കിൽ മാസാവസാനം മോഹനന്റെ സമ്പാദ്യം എത്രയാണ്? മാസാവസാനം മോഹനന്റെ സമ്പാദ്യം എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെയാ, എത്രയായിരിക്കും? അതായത് 50,000 രൂപയാണ് ആകെ മോഹന് ഒരു മാസത്തെ വരുമാനമായിട്ട് കിട്ടുന്നത്. 50,000 രൂപയാണ് 100%. ഒരു മാസം എന്ത് കിട്ടുന്നോ അതാണ് അയാളുടെ 100% എന്ന് വിചാരിച്ചോളൂ. വരുമാനത്തിന്റെ 100%. ഇനി അതില് 28% നമ്മള് എന്തിനുപയോഗിക്കുന്നുണ്ട്? വീട്ടു ചെലവിന് ഉപയോഗിക്കുന്നുണ്ട്. പ്ലസ് 15% മക്കളുടെ പഠനത്തിന് ഉപയോഗിക്കുന്നുണ്ട്. 10% വാടകയ്ക്കും ഉപയോഗിക്കുന്നുണ്ട്. 25 പ്ലസ് 28 53. ആകെ മൊത്തം 53% ചെലവാണ് അല്ലെ? 53% ചെലവിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ബാക്കിയാണ് അയാളുടെ സമ്പാദ്യം അല്ലെ? 53% ഏതിൽ നിന്നും മൈനസ് ചെയ്യുക? ഈ ആകെയുള്ള 100ൽ നിന്നും 53 മൈനസ് ചെയ്താൽ 47% എന്ന് കിട്ടും. 47% അയാളുടെ സമ്പാദ്യം അല്ലെ? അപ്പൊ ഈ 50,000നെ നമ്മൾ എന്താക്കിയാൽ മതി? 50,000ന്റെ 47% എത്രയാന്ന് കണ്ടുപിടിക്കുക. 50,000ന്റെ 47% എത്രയാണെന്ന് കണ്ടുപിടിക്കുക. എത്രയായിരിക്കും? എന്തായാലും 26,000 അല്ല, 25,000 അല്ല. എന്താ അങ്ങനെ എങ്ങനെ മനസ്സിലാവണം? 26,000 അല്ല, 25,000 അല്ല എന്നുള്ളത്
50,000 പകുതിയാണ് 25,000 അല്ലെ. പകുതി എന്ന് പറഞ്ഞാൽ 50%. 50% ഇല്ല, നമുക്ക് 47% ഉള്ളൂ. അപ്പൊ എന്തായാലും ഓപ്ഷൻ എയും അല്ല, ഓപ്ഷൻ ബിയും അല്ല. അത് നമുക്ക് മനസ്സിലായി. ഇനി 24,000 ആണോ 23,500 ആണോ എന്നുള്ളതാണ് നമ്മുടെ സംശയം അല്ലെ. അതൊന്ന് ഗുണിച്ചു നോക്കിയാൽ മതി. 23,500 ആണെന്ന് മനസ്സിലാവും. 50,000 47%, 47/100 എത്രയാണെന്ന് കണ്ടുപിടിക്കുക. രണ്ടും കട്ട് ചെയ്ത് കളഞ്ഞു. ബാലൻസ് 5 × 47 235, ബാക്കി 2 0. 23,500 രൂപയാണ് അയാളുടെ ഒരു മാസത്തെ സമ്പാദ്യം അല്ലെ. 50,000 രൂപ ശമ്പളം കിട്ടുന്ന അയാളുടെ ചെലവ് കഴിഞ്ഞ് വരുന്ന സമ്പാദ്യം. ഇതിലെന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? ആകെ എന്ന് പറയുന്നത്, കംപ്ലീറ്റ്, ഫുള്ള് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? 100 അല്ലെ. എന്താണോ നമുക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതാണ് കംപ്ലീറ്റ്, അത് 100. അതിനെ ഭാഗിക്കുമ്പോൾ, പേഴ്സൻറ്റേജ് ആയിട്ട് കൊടുക്കുമ്പോൾ ആ 100-ൽ നിന്നുമാണ് നമ്മൾ 10%, 20%, 30% എന്ന് പറഞ്ഞ് നമ്മൾ വീതിച്ച് കൊടുക്കുന്നത്. ബാക്കി ഉള്ളത് ഈ 100-ൽ നിന്നും ചെലവ് എത്ര നമ്മൾ ചെലവാക്കി, എത്ര ശതമാനങ്ങൾ ചെലവാക്കി നോക്കുക. അത് മൈനസ് ചെയ്താൽ കിട്ടുന്ന തുകയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ഇത് ഇങ്ങനത്തെ ചോദ്യങ്ങൾ നോക്കുക. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചോദ്യ പേപ്പറാണെന്ന് ഞാൻ പറഞ്ഞു. ഇനി അടുത്തത് വേറെ ചോദ്യം നോക്കൂ. ഇത് നമുക്ക് ഇങ്ങനെ നോക്കിയിരുന്ന് കണ്ടുപിടിക്കാവുന്നതാണ്, ഒന്ന് ആലോചിച്ചാൽ. പക്ഷെ ചിലപ്പോൾ നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ പോകും. കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ പോയാൽ ചിലപ്പോൾ സമയം എടുക്കും. കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. ഇത് 5 മൈനസ് ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അത് ആദ്യം ക്രിയ ചെയ്ത് ആ സംഖ്യ ഏതാന്ന് കണ്ടുപിടിച്ച് അത് 5-ൽ നിന്നും കുറയ്ക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അത് ഏതാണ് ആ സംഖ്യ എന്നുള്ളത് നോക്കൂ. അത് നിങ്ങൾ ഗുണിച്ച് എഴുതേണ്ട ആവശ്യം, സിംപ്ലിഫൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നേരിട്ട് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. 2.5 നടുക്ക് കിടക്കുന്നത് അല്ലെ. 2.5 നടുക്ക് കിടക്കുന്നത് 2.5 അല്ലെ. ഇനി ഇതെന്താ? 2.25. ഇവിടെ എന്താ? ഒരു കാല്. 1/4 എന്ന് പറഞ്ഞാൽ കാല് അല്ലെ. ഒരു കാലും 2.25 കൂട്ടിയാൽ എത്ര കിട്ടും? 2.5 കിട്ടും. 2.5-യും ഈ 2.5-യും കൂട്ടിയാൽ ഇത് 5 ആയി അല്ലെ. 2.5 + 2.5 5. 5 - 5 0 അല്ലെ. നമുക്ക് പെന്നോ പേപ്പറോ ഒന്നും വേണ്ടി വന്നില്ല. ശ്രദ്ധിക്കണം നിങ്ങൾ എപ്പോഴും, ഇത് എന്താണ്? കാലാണ് അല്ലെ. കാല് നമ്മൾ പറയാ അല്ലെ. നമ്മൾ കാല് എന്നല്ലേ പറയാ. ഇതെന്താ? 2.5 അല്ലെ. അതേപോലെ തന്നെ ഇതോ 2.25 അല്ലെ. ഞാൻ മലയാളത്തിൽ കുറച്ച് വീക്കാണ്, അതുകൊണ്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ, ക്ഷമിക്കുക. അപ്പോൾ കാലും 2.25 കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 2.5 കിട്ടും. 2.5-യും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 5 കിട്ടും അല്ലെ. 5-ൽ നിന്ന് 5 കൊണ്ട് കുറച്ചാൽ 0 അല്ലേ വരിക അല്ലെ. വളരെ സിമ്പിൾ ആയിട്ട് നോക്കി എഴുതാവുന്നതേ ഉള്ളൂ. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത ഭിന്നസംഖ്യ മിശ്ര ഭിന്നത്തെ വിഷമ ഭിന്നമാക്കിയൊക്കെ ചെയ്യാൻ നിന്നാൽ ഒരുപാട് സമയം എടുക്കും. നിങ്ങളിങ്ങനെ കാല് അര ഇതാലോചിച്ചു ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ സാധനം നമ്മുടെ കയ്യിലിരിക്കും. ഓക്കെ അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി സാധാരണ എപ്പോഴും നമ്മൾ പഠിച്ചിരിക്കേണ്ട, നമ്മളെ ബുദ്ധിമുട്ടിലാക്കുന്ന, നമുക്ക് എപ്പോഴും ഒരു സംശയമൊക്കെ തോന്നുന്ന ഒരു സാധനമാണ്. ഇത് നോക്കൂ. കോഡിംഗ് ഡീകോഡിങ്ങിന് വരുന്ന ഒരു ചോദ്യമാണ്. ഇതിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഈ സംഖ്യകൾ, ഈ അക്ഷരങ്ങളുടെ കറസ്പോണ്ടിങ് നമ്പറുകൾ പഠിക്കണം. അത് കാണാതെ പഠിക്കണം എന്ന് ഞാൻ പറയില്ല. കാരണം ഞാനൊരു പരീക്ഷയ്ക്ക് ഇത് കാണാതെ പഠിച്ചു പോയിട്ട് എഴുതിയിട്ടില്ല. അതെന്റെ കുഴപ്പമാണെന്ന് എനിക്കറിയില്ല. ഞാൻ എപ്പോഴും എന്താ ചെയ്യുക? ABCD അങ്ങോട്ട് നിരത്തി എഴുതി വയ്ക്കും. എന്നിട്ട് അതിൻ്റെ കൂടെ അതിൻ്റെ നമ്പർ എഴുതും. പക്ഷെ എഴുതുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ആകെ 26 അക്ഷരമാണുള്ളത് അല്ലെ. അപ്പൊ 1 2 3 4 5 6 7 8 9 10 11 12 13 ഇങ്ങനെ ഞാൻ എഴുതാറുള്ളൂ. ABCDEFG HI ആണ്, ജെ അപ്പുറത്ത് എഴുതുന്നത്, JKLMNOP
NOPQRSTUVWXYZ ഇങ്ങനെ എഴുതാൻ അത്ര അധികം സമയം നമ്മൾ എടുക്കില്ലേ? 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26 ഇങ്ങനെ എഴുതാൻ ഇത്ര അധികം സമയം നമ്മൾ എടുക്കില്ല അല്ലേ? ഇങ്ങനെ ഞാൻ എപ്പോഴും എഴുതി വെക്കും. ഓക്കെ, നിങ്ങൾ പല രീതിയിൽ ഇത് പഠിച്ചു വയ്ക്കുന്നുണ്ടാവും. ക്യൂ അല്ലേ, കുറെ നമ്പറുകളൊക്കെ വെച്ച് പഠിക്കുന്ന ആൾക്കാരുണ്ടാവും. അതൊന്നും കുഴപ്പമില്ല, എങ്ങനെ വേണേലും പഠിച്ചാൽ മതി, കുഴപ്പമില്ല. പക്ഷെ ഏറ്റവും സേഫ് ആയിട്ട് നമുക്ക് തെറ്റാതെ ഇരിക്കാൻ നമ്മൾ നേരിട്ട് അങ്ങോട്ട് എഴുതുക ഇങ്ങനെ. ഇനി നമ്മുടെ നമ്പർ ഒന്ന് എഴുതി, നമ്മുടെ വാക്കൊന്ന് എഴുതി നോക്കൂ നിങ്ങൾ. ഫയൽ എന്നാണ് നമ്മുടെ വാക്ക് അല്ലേ? ഫയല് എഫ് എന്ന് പറഞ്ഞാൽ 6, ഐ എന്ന് പറഞ്ഞാൽ 9, പിന്നെ എൽ എന്ന് പറഞ്ഞാൽ 12, ഇ എന്ന് പറഞ്ഞാൽ 5 അല്ലെ? ഇതിനെങ്ങനെ കോഡ് ചെയ്തിരിക്കുന്നത്? UROV എന്നാണ് കോഡ് ചെയ്തിരിക്കുന്നത്. നോക്കൂ, ഈ എഫിന്റെ താഴെ യു ആണ് വന്നിട്ടുള്ളത്. എഫിന്റെ താഴെ നോക്കിയേ, നേരിട്ട് തന്നെ നമുക്ക് കിട്ടില്ലേ? എഫിന്റെ താഴെ യു ആണ് വന്നിട്ടുള്ളത്. 21 അല്ലെ? നമ്പർ വൈസ് 21, പക്ഷെ എഫിന്റെ താഴെ യു ആണ്. 21 വെറുതെ എഴുതി നമ്മള്. ഇനി അടുത്തത് ഐയുടെ താഴെ 6 നോക്കി നോക്കിയേ. യെസ്, ഇതേ കിടക്കണോ? ഐയുടെ താഴെ എന്താ? 6 അല്ലെ? ഇനി വേണം നമ്പർ എഴുതണമെന്നില്ല, നിർബന്ധമില്ല, അങ്ങനെ തന്നെ ഫോളോ ചെയ്യുന്നു. നോക്കുക, എല്ലിന്റെ താഴെയാണോ ഓ വരുന്നത്? അതെ, എല്ലിന്റെ താഴെയാണ് ഓ വരുന്നത് അല്ലെ? ഇയുടെ താഴെയാണ് വി വരുന്നത്. അപ്പോ ഇങ്ങനെ എഴുതുന്ന ആ ഓർഡറിൽ നേരെ താഴെയുള്ള ലെറ്റർ ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ SOURന്റെ കോഡ് എന്തായിരിക്കും? എസിന്റെ താഴെയുള്ള ആള്, എസ് എവിടെ? S19. അപ്പൊ അതിന്റെ താഴെ എന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിലുള്ള ആൾ എടുത്താൽ മതി, എച്ച്. പിന്നെ ഓന്റെ താഴെയുള്ള ആള്, മുകളിലുള്ള ആളെടുക്കുക, എല്. പിന്നെ യുവിന്റെ താഴെ എന്ന് പറഞ്ഞാൽ എഫ് അല്ലെ? പിന്നെ ആറിന്റെ താഴെ എന്ന് പറഞ്ഞാൽ ഐ. HLFI ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം വരിക. ഓപ്ഷൻ ബി ആണ് ഉത്തരം വരിക. പിടികിട്ടിയോ? അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് നോക്കി വളരെ സിമ്പിൾ ആയിട്ട് എഴുതാവുന്നതും പഠിക്കാവുന്നതുമാണ്. ഇതൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ പറയും. ഇത് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്ത ഒരു ക്ലാസ് ആണ് കേട്ടോ. ഒരു ചോദ്യം കൂടെ ചെയ്ത് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഇതും നിങ്ങൾ നോക്കിയാൽ വേഗം കിട്ടുന്ന ഒരു ചോദ്യമാണ്. ഒരു കുടുംബത്തിൽ അജയനും അയാളുടെ ഭാര്യയും 4 ആൺമക്കളും അവരുടെ ഭാര്യമാരും ഉണ്ട്. ഓരോ ആൺമക്കൾക്കും 3 വീതം ആൺകുട്ടികളും 2 വീതം പെൺകുട്ടികളും ഉണ്ട്. എങ്കിൽ ആ കുടുംബത്തിൽ എത്ര ആണുങ്ങളുണ്ട്? ആ കുടുംബത്തിൽ എത്ര ആണുങ്ങളുണ്ട് എന്നാണ് ചോദ്യം. എത്ര ആണുങ്ങൾ ഉണ്ടാവും? വളരെ ഈസി ആയിട്ട് എഴുതാം അല്ലെ? അജയൻ ഉണ്ടാവും, പിന്നെ അജയന്റെ 4 ആൺമക്കൾ ഉണ്ടാവും. ശരിയല്ലേ? അജയനും ഭാര്യയും നമുക്ക് വേണ്ട, 4 ആൺമക്കളുണ്ട് അജയൻ. അപ്പൊ ടോട്ടൽ ഇപ്പൊ തന്നെ 5 ആയി അല്ലെ? ഇനി ഓരോ ആൺമക്കൾക്ക് 3 വീതം ആൺകുട്ടികളുണ്ട്. അപ്പോ ഒരാൾക്ക് 3 എന്ന് പറയുമ്പോ ഇവിടെ എത്ര ആളുണ്ടാവും? ഒരാൾക്ക് 3, അടുത്ത ആൾക്ക് 3, അടുത്ത ആൾക്ക് 3, അടുത്ത ആൾക്ക് 3, അങ്ങനെ 4 ആൾക്ക് 3 എന്ന് പറയുമ്പോൾ 4 × 3 12. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ നമ്മുടെ ഉത്തരം. അജയൻ 1, 4 ആൺമക്കള്, 12 പേരക്കുട്ടികൾ അജയന്റെ അല്ലെ? ഇത്രയും 17 ആണുങ്ങളായി ആ വീട്ടിൽ അല്ലെ? 17 ആണുങ്ങളായി ആ വീട്ടിൽ. ഇത് വെറുതെ ലോജിക്കലി ആലോചിച്ച് ചെയ്യാവുന്ന ചോദ്യമാണ്, അല്ലെ? കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത ചോദ്യമാണ് അല്ലേ? ഓക്കെ, അപ്പൊ താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അടുത്ത ക്ലാസ് മുതൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള നെക്സ്റ്റ് വീക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.